പിന്നെയും ഒരു ഡൗട്ട് തോന്നുന്നു, ഇങ്ങോട്ടാണോ എന്നുള്ള ഒരു ഡൗട്ട്. നമ്മൾ എടുത്ത ടേണ് ചുറ്റാന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പം നമ്മൾ അയ്യൂരിലെത്തി. ഒരു BMW കാറ് വരുന്നു, AMD ആണ്. BMW കാറിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മളിപ്പം റീസെൻ്റ്ലി പുതിയൊരു BMW ഇറങ്ങിയിട്ടുണ്ട്. BMW S സെഡാനോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ സെഡാൻ ക്ലാസ്സിൽ കിടിലമായിട്ട് ഇറക്കിയ ഒരു വണ്ടിയാണ്. പാനോറമിക് സൺറൂഫ് ഒക്കെ ആയിട്ട് ഇറക്കിയ ഒരു മോഡലാണ്. വണ്ടി നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ MGM മോഡൽസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇത് പാരിപ്പള്ളിയിൽ നിന്ന് വരുന്ന വഴിയാണ്. ഈ സ്കൂളിൽ വെച്ചാണ് ഞാൻ ഒരിക്കൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു എക്സാം എഴുതിയിട്ടുണ്ട്. ആദ്യവും അവസാനവുമായിട്ട് ദേവസ്വം ബോർഡിൻ്റെ എക്സാം എഴുതിയത്. അതിനുശേഷം നടത്തി കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് തന്നെ നടത്തിയിട്ടില്ല. അതിനുശേഷം PSCക്ക് വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ പുതിയ പുതിയ വീടുകളൊക്കെ ആയി, ഒത്തിരി വീടുകളായിട്ടുണ്ട്. നേരത്തെ ഒന്നോ രണ്ടോ വീടുകൾ മാത്രമേ ഈ ഒരു റോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഞങ്ങൾ ഇതുവഴി പാസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡും ഇഷ്ടംപോലെ വീടുകളും ഒക്കെ ആയിട്ടുണ്ട്. കോഴിക്കോട് വർഷം കുറേ ആയി കണ്ടിട്ട്. കോഴിക്കോട് ഒക്കെ നാട്ടിലായിരുന്ന സമയത്തൊക്കെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ കോഴികളുണ്ടായിരുന്നു. അവിടെ ഒക്കെ കോഴിക്കോട് വർക്കലയിൽ നിന്ന് നമ്മളിങ്ങനെ പാരിപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാരിപ്പള്ളിയിലാണ് ഷോറൂം ഒന്ന് കാണണം. അപ്പോൾ അതിനുശേഷം തിരിച്ച് ആറ്റിങ്ങൽ വഴിയാണ് പോകുന്നത്. ആറ്റിങ്ങലിൽ ഒരു ക്ലയൻറ്റിൻ്റെ ഫ്രണ്ടിനെ കാണാനുണ്ട്. പാരിപ്പള്ളി നേരെ എന്ന് പറയുന്നത് ഊന്നിമൂട് മൈലവിള എന്നൊക്കെ പറഞ്ഞ് ബോർഡ് എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ സ്കൂള് എടുത്തുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടുന്ന് പാരിപ്പള്ളിക്ക് 4.5 കിലോമീറ്ററാണ്. ലഗമൺ തൃക്കടവിൻകട
ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ റോഡുകളിലൂടെയൊക്കെ പോയിട്ടുണ്ട്, നേരത്തെ പോയിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ വീഡിയോ ആ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നുകിൽ ഫാമിലി ഒത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഒത്താണ് ഈ റോഡിലൂടെ പോകാറുണ്ട്. ലാസ്റ്റ് പോയത് ഈ റോഡിൽ കൂടെ ഞാൻ തന്നെ മാത്രമാണ്. ആദ്യമായിട്ട് പോയത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടുണ്ട്, AR ക്യാമ്പിൻ്റെ SP ആയിരുന്നു സാറ്. പുള്ളിയുടെ കൂടെ ആണ് ഞാൻ പുള്ളിയുടെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ചേർന്ന് ഞങ്ങൾ 4 പേര് കൂടെ പോയത്. ഫാമിലി ട്രിപ്പ് പോലെ തന്നെ. കാറിൽ കണ്ണൂർ പോയി, അതേപോലെ തന്നെ മൂന്നാർ പോയി, ചെന്നൈയിൽ പോയിട്ടില്ല, തിരുനെൽവേലി, ട്രിച്ചി അവിടെയൊക്കെ പോയിട്ടുണ്ട്. കർണാടകയിൽ ബാംഗ്ലൂർ വരെ പോയിട്ടുണ്ട്. അത് ഈ കാറിലും പോയിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ ഇന്നോവ കാറിലും പോയിട്ടുണ്ട്. തൃശ്ശൂർ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളി ഒരു ബിസിനസ് ഫാമിലിയാണ് പുള്ളിയുടെ. കള്ളിയത്ത് ഫാമിലി അംഗമാണ്. അവൻ്റെ കൂടെ അവൻ്റെ പപ്പയുടെ ഇന്നോവ എടുത്തുകൊണ്ട് നേരെ ബാംഗ്ലൂർക്കൊക്കെ അതിൽ പോയിട്ടുണ്ട്, ഇതിലും പോയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചെന്നൈയിൽ പഠിച്ചിരുന്ന സമയത്താണ് അതിൽ പോയത്. ചെന്നൈയിൽ ഞാൻ ഇമേജ് കോളേജ് ഓഫ് അനിമേഷൻ ആൻഡ് ടെക്നോളജി ഞാൻ അവരും PG ചെയ്യാൻ വേണ്ടി പോയി. ആ ഒരു സമയത്ത് ചിലപ്പോഴൊക്കെ അവൻ്റെ കാറിലാണ് പോകാറുള്ളത്. അപ്പം നമുക്കാണെങ്കിൽ നമ്മളിറങ്ങുന്ന ടൈമിലായിരുന്നു കോളേജ് ഓഫ് അനിമേഷൻ ബാംഗ്ലൂർ ഓപ്പൺ ആയത്. അപ്പം അവിടെയൊക്കെ ഞങ്ങൾ നമ്മുടെ PG സ്റ്റുഡൻസിനെയാണ് അവിടത്തേക്ക് ആദ്യമായിട്ട് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ മാറി മാറി വണ്ടി ഓടിച്ച് ഒക്കെ പോവായിരുന്നു. ബാംഗ്ലൂരിൽ ഞങ്ങളെല്ലാം താമസിച്ചിരുന്ന ഡോംഗ്ലൂരാണ്. ഡോംഗ്ലൂരിൽ ഔട്ടർ റിംഗ് റോഡിലാണ്, ആ ഒരു ഏരിയയിലാണ് താമസിച്ചത്. പിന്നെ ആ ഫ്രണ്ട് പിന്നെയും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തായിരുന്നു. എനിക്ക് ആ ഒരു ടൈമിൽ റിഥം ആൻഡ് ഹ്യൂസിലോട്ട് കിട്ടി. റിഥം ആൻഡ് ഹ്യൂസിലായിരുന്നു ഏകദേശം 2 വർഷത്തോളം, 2.5-3 വർഷത്തോളം റിഥം ആൻഡ് ഹ്യൂസിലുണ്ടായിരുന്നു. ഫസ്റ്റ് റെസഷൻ ഹിറ്റ് ചെയ്ത സമയത്താണ് എനിക്ക് ജോബ് നഷ്ടപ്പെടുന്നത്. നല്ല സാലറി ആയിരുന്നു, അത്രയും നല്ല സാലറി വേറെ എങ്ങും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സാലറി ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻസിൽ വന്നിട്ട് തന്നെ അപ്രോക്സിമേറ്റ്ലി കുറവായിരുന്നു. അവിടെ കിട്ടിക്കൊണ്ടിരുന്ന എൻ്റെ സാലറിയുടെ പകുതി ഉണ്ടായിരുന്നു. ഇപ്പം അവിടെ 60 ആണെങ്കിൽ ഇവിടെ 30 ഉണ്ടായിരുന്നു. കാരണം അത് ഒരു അനിമേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര ഗ്രോയിങ് ഇൻഡസ്ട്രി ആയിരുന്നു ആ ഒരു ടൈമിൽ. കാരണം
അത്രയും സാലറി കിട്ടുന്ന ആൾക്കാരെ ആരെയും പിന്നീട് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ഒന്നും പിന്നീട് എടുക്കത്തില്ല. റെസിഷൻ കഴിഞ്ഞ് തിരിച്ചെടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഏകദേശം ഒരു 6 മാസത്തോളം എനിക്ക് ആ ഒരു വാഗ്ദാനം കമ്പനി തന്നിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ റെസിഷൻ ഹിറ്റ് ചെയ്ത സമയത്ത് റെഡ്മാൻ ഹ്യൂസ് എന്ന് പറയുന്ന കമ്പനി അങ്ങനെ ഒരു ഇന്ത്യയിൽ സ്റ്റോപ്പ് ചെയ്തു. അത് വേൾഡ് വൈഡ് സ്റ്റോപ്പായോ എന്നറിയില്ല. ഇന്ത്യയിലെ ബ്രാഞ്ചസ് ഒട്ടുമിക്ക ക്ലോസ് ചെയ്തു. എൻ്റെ കൂടെ അനിമേഷനിൽ പഠിച്ച 2 പേരും ഇപ്പോൾ ഡയറക്ടറായിട്ടൊക്കെ അവൻ ഡയറക്റ്റ് ചെയ്യാനൊക്കെ ഇരുന്ന സമയത്താണ് ഈ കോവിഡ് അഫക്റ്റ് ആയത്. കോവിഡിൻ്റെ ഈ ഒരു രീതി വന്നത്. അതുകൊണ്ട് അവന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളങ്ങനെ NH-ലോട്ട് പ്രവേശിക്കാൻ ഇനിയും കുറച്ച് സമയമുണ്ട്. അതിപ്പം എൻ്റെ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. സിൽസ് റൂട്ട്. താങ്ക് യു. This is Ranjit signing off from Silk Route.